ഹായ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈ വൺ ഡേ വൺ സ്റ്റിച്ച് സീരീസ്. ഇന്ന് ഈ സീരീസിൽ നമുക്കൊരു ഡിഫറെൻറ്റ് സ്റ്റിച്ച് നോക്കാം, ദാറ്റ് ഈസ് കൗച്ചിങ്. ഈ സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നത് 2 നീഡിൽസും 2 ഡിഫറെൻറ്റ് തിക്നെസ്സിലുള്ള ത്രെഡ്സും വെച്ചിട്ടാണ്. ഒരു കട്ടിയുള്ള ത്രെഡും ഒരു കട്ടിയില്ലാതെ അധികം സ്ട്രാൻഡ്സ് യൂസ് ചെയ്യാതെ ത്രെഡും വെച്ചിട്ടാണ് നമ്മൾ കൗച്ചിങ് ചെയ്യുന്നത്. അത് ഒന്ന് ലെയ്ഡ് ത്രെഡും മറ്റേത് കൗച്ചിങ് ത്രെഡുമാണ്. അതിനാദ്യം നമ്മൾ ലേഡ് ത്രെഡ്, അതായത് നമ്മൾ കട്ടിയുള്ള ത്രെഡ് മുകളിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് വർക്കിംഗ് ലൈനിൻ്റെ, അതായത് നമ്മുടെ പാറ്റേണിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൗച്ചിങ് ത്രെഡ് നമ്മുടെ വർക്കിംഗ് ലൈനിൻ്റെ കുറച്ച് മുകളിലായിട്ട് കൊണ്ടുവരിക. എന്നിട്ട് വർക്കിംഗ് ലൈനിൻ്റെ ഒരു സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് മറ്റേ സൈഡിൽ കൂടി താഴോട്ട് ഇറക്കി കൊടുക്കുക. ഇതിൻ്റെ ഇടയിലാവണം നമ്മൾ ലേഡ് ത്രെഡ്, അതായത് നമ്മുടെ കട്ടിയുള്ള ത്രെഡ്, അത് ഫാബ്രിക്കിലോട്ട് നല്ലപോലെ പിടിച്ചു നിൽക്കാനാണ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ കൗച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെയിം കളർ ത്രെഡ് തന്നെയാണ് കൗച്ചിങ്ങിനും യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്തിട്ടുള്ളത്. പിന്നെ വർക്കിംഗ് ലൈന് കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മൾ ലേഡ് ത്രെഡ് താഴോട്ട് ഇറക്കി കൊണ്ടുവന്നിട്ട് നെക്സ്റ്റ് ലൈന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് കട്ടിയുള്ള ത്രെഡ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൗച്ചിങ് ചെയ്യാനാവും കൂടുതൽ എളുപ്പം. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലെങ്കിൽ റെയർ ആയിട്ടൊക്കെ കിട്ടുന്ന ത്രെഡും കളേഴ്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും കൗച്ചിങ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ കുറച്ച് നൂല് ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.